ഹായ് കേസ്, നമസ്കാരമുണ്ട്. എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ബോറടിച്ചാലും കുഴപ്പമില്ലെന്നേ, കുറച്ച് കേട്ടിരിക്കാനുള്ള കഥയുണ്ട് കേട്ടോ ഇതില്. അപ്പൊ ഞാൻ എന്റെ യൂട്യൂബ് ജേണിയെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് നിങ്ങൾക്ക് തരുന്നത്. ഞാൻ 2024 ഓഗസ്റ്റിലാണ് ഞാൻ എന്റെ യൂട്യൂബ് ഒരു ഫാമിലി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം ഈ പറഞ്ഞ കണക്ക് വീഡിയോസ് ഞാൻ കുഞ്ഞു കുഞ്ഞു ഷോർട്സ് ആണ് ആദ്യം ഇട്ടത്. എന്റെ ആദ്യത്തെ ഷോർട്സിന് ഒരു 780 വ്യൂസ് ആണ് കിട്ടിയത്. അത് തന്നെ ഭയങ്കര ഭാഗ്യമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നല്ലൊരു വ്യൂ ആയിരുന്നു തുടക്കം തന്നെ എനിക്ക് കിട്ടിയത്. ഞാനൊരു 1000 സബ്സ്ക്രൈബർ വരെ എങ്ങനെ എത്തിക്കും എന്ന് എനിക്കറിയില്ല. നമ്മൾ ഓരോ ദിവസവും ഓരോ അപ്ഡേഷൻ ആണ് അല്ലെ യൂട്യൂബിന്റെ ഭാഗത്ത്. നമ്മൾ ആദ്യം വിചാരിക്കും, നമ്മളിപ്പം ആദ്യമായിട്ട് ഇതിലോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരുപാട് നമ്മളെ പറയും, ഇവർക്ക് വേറെ പണിയില്ലേ, ഇവർക്ക് ജോലിക്ക് പോയിക്കൂടെ, ഇതുപോലെ കുറെ ചോദ്യങ്ങളൊക്കെ എന്റെ മുമ്പിൽ ഉണ്ടായിരുന്നു. നമ്മളൊരു ചാനൽ തുടങ്ങുമ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറയുന്നവരുണ്ടാവും, ഒരുപാട് പേര് പോസിറ്റീവ് പറയുന്നുണ്ടായിരുന്നു. പോസിറ്റീവ് പറയുന്നതിനേക്കാൾ കൂടുതലും നെഗറ്റീവ് പറയുന്നവരായിട്ട് നമുക്ക് ചുറ്റുമുള്ളത്. എങ്കിലും നമ്മളൊരു ലക്ഷ്യം നമ്മൾ മുന്നിൽ കണ്ടാണ് തുടങ്ങുന്നതെങ്കിലും ഒരിക്കലും നമ്മൾ ആ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറരുത്. ആ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചു തന്നെ കാണിക്കണം എന്നാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നത്. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നമ്മൾ പറയത്തില്ലേ, നമ്മള് കാണിക്കുന്ന ഈ രാവിലെ എണീറ്റ് ഇവിടെ എന്ത് കോപ്രായ. ചിലര് പറയും ഫോൺ എപ്പോ തുറന്നാലും ഇത് തന്നെ കാണാനുള്ളത്, ഇവിടെ തന്നെ കാണാനുള്ളത് എന്നൊക്കെ പറയുമായിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളൊരു കാര്യം ചിന്തിക്കുക. നിങ്ങളൊരു ലക്ഷ്യത്തോടെയാണ് ഇതിലേക്ക് ഇറങ്ങിയത്. ആ ലക്ഷ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആരും നിന്നെ ഒന്നും പറയാൻ പറ്റത്തില്ല. അത് എപ്പോഴും മനസ്സിലിട്ടാവണം. ചാനലില് ഉണ്ടാക്കണം, ചാനലിലേക്ക് ഇറങ്ങി പോകുമ്പോഴായിരിക്കും നമ്മൾ ഓരോ ക്രൈറ്റീരിയ അറിയുന്നത് അല്ലെ. നമുക്ക് ഇതിനകത്തുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 4000 വാച്ച് അവർ, ഒരു വലിയ ടാസ്ക് ആണ്. അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സ്, 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവർ തന്നെ ആകുമ്പോൾ തന്നെ ഹാഫ് മോണിറ്റൈസേഷൻ എന്നുള്ള ഒരു കടമ്പയാവും. പക്ഷെ നമ്മൾ ഇതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് ഭയങ്കര ദുഷ്കരമായ ഒരു കാര്യമാണ്. കാര്യം എന്താ വെച്ചാല് 365 ദിവസമാണ് നമുക്ക് മുന്നിലുള്ളത്. പറഞ്ഞ ഒരു വർഷം. ഈ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ 4000 വാച്ച് അവറും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സും തികച്ചാൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, നമ്മുടെ മോണിറ്റൈസേഷൻ എന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി ആയി എന്നുള്ളതിനുള്ള ഒരു അംഗീകാരം കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ അത് ആക്കുന്നതിന് വേണ്ടി ഒരുപാട് നമ്മൾ ഇതിനു വേണ്ടി പ്രയത്നിക്കണം. നമ്മൾ ജസ്റ്റ് ടൈം പാസ് എന്നുള്ള ഒരു രീതിയിൽ കൂടെ നമ്മുടെ ചാനൽ കൊണ്ടുപോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കത്തില്ല. നമ്മൾ ഇതിനായിട്ട് തന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ അതിനകത്ത് നിന്നുള്ള നമുക്കൊരു ഇൻകം കിട്ടുള്ളൂ. നമ്മൾ എല്ലാവരും ഈ ചാനലിൽ ഉണ്ടാക്കണം, യൂട്യൂബ് ഒരു ഫാമിലി ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് കാരണം നമുക്ക് കാശ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ ആയിരിക്കുമല്ലോ. ഞാനും ആ ഒരു ഉദ്ദേശത്തോട് കൂടി തന്നെയാണ് ചാനൽ തുടങ്ങിയത്. ടൈം പാസിനൊന്നും അല്ല. കാരണം ഞാനൊരു 12 വർഷത്തോളം ജോലിക്ക് പോയിരുന്നതാണ്. മാരേജ് കഴിഞ്ഞ് 12 വർഷത്തോളം ജോലിക്ക് പോയൊരു വ്യക്തിയാണ്. പെട്ടെന്ന് സഡൻ ആയിട്ട് എന്റെ ജീവിതത്തിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുകയും അതായത് എനിക്കൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാവുകയും അപ്പം വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പൊ നമ്മൾ ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടന്ന ശേഷം നമ്മൾ പെട്ടെന്ന് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ നമുക്ക് എന്തായിരിക്കും മനസ്സിനകത്ത് അല്ലെ, ഞാനൊരു രോഗിയാകുമോ, അങ്ങനെയൊക്കെയുള്ളൂ കുറെ ചിന്തകൾ മനസ്സിൽ കൂടിയപ്പോഴാണ് എന്റെ ഉള്ളില് എനിക്ക് എവിടെയോ ഉറങ്ങിക്കിടന്ന സംഭവങ്ങളുണ്ട്. അപ്പൊ അതിനെ ഉണർത്തിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. കായിക രംഗമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് പിന്നെ കുഞ്ഞു ഞാൻ മുമ്പേ നമ്മുടെ ടിക്ടോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് കുഞ്ഞു വീഡിയോസ് ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ സംഭവം നിർത്തിയപ്പം ഞാൻ അതെല്ലാം കഴുകി കളഞ്ഞതാണ്. അതിനുശേഷം നമ്മുടെ ഇൻസ്റ്റ വന്നപ്പം ഇൻസ്റ്റയിൽ 1-2 വീഡിയോസ് ഒക്കെ ഇട്ടിരുന്നു. അതിൽ തെറ്റില്ലാത്ത വ്യൂസ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ ആ സംഭവം ചെയ്താൽ എന്താന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ഫാമിലിയിലേക്ക് കടന്നു വരുന്നത്. എന്റെ കടന്നു കയറ്റം അതായിരുന്നു. അപ്പൊ ഞാൻ യൂട്യൂബ് ഫാമിലിയിലേക്ക് വന്നു. അന്നേരമാണ് അറിയുന്നത് ലോങ് വീഡിയോ ചെയ്യണം എന്നുള്ളതും ഷോർട്ട് വീഡിയോസ് എന്ന് പറയുന്നത് 10 മില്യൺ വ്യൂസ് ഉണ്ടാവണം. അതായത് 90 ഡേയ്സിനകത്ത് 10 മില്യൺ വ്യൂസ് ഉണ്ടാവണം. അത് വല്ലാത്തൊരു ടാസ്ക് ആണ്. അത് നമുക്ക് കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പൊ അത് ഞാൻ നോക്കിയപ്പോ അതെന്തായാലും ആകാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ പിന്നെ ആ മേലെ കിടക്കുന്ന ടാസ്ക് തന്നെ അച്ചീവ് ചെയ്യണം. അതായത് 4000 വാച്ച് അവറും 1000 സബ്സ്ക്രൈബേഴ്സ് നിന്നുള്ള ആ ടാസ്ക് തന്നെ അച്ചീവ് ചെയ്യാന്ന് വിചാരിച്ചു. കുഴപ്പമില്ലാതെ സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടായിരുന്നു. എനിക്ക് തെറ്റില്ലാതെ സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ടായിരുന്നു. ചില വീഡിയോസിനൊക്കെ എനിക്ക് 10 സബ്സ്ക്രൈബർ 20 സബ്സ്ക്രൈബർ അങ്ങനെയൊക്കെ കിട്ടാൻ തുടങ്ങി. അപ്പൊ ഷോർട്സിന് എനിക്ക് അങ്ങനെ ഒരു കിട്ടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ലോങ് വീഡിയോസ് ഒക്കെ ചെയ്യണമല്ലോ. അങ്ങനെ ഇങ്ങനെ ആദ്യമായിട്ട് ലോങ് വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാലും എന്റെ ESAയുടെ ESAയില്
എങ്ങനെയാണ് ഞാൻ ആ സമയത്ത് ESA ലീവിന് ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആപ്ലിക്കേഷൻ കൊടുത്തപ്പോഴത്തേക്കും എനിക്ക് വന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ESAയിൽ പോയി നമ്മൾ ലീവ് ആപ്ലിക്കേഷൻ ഇടുന്ന സമയത്ത് എങ്ങനെയാണ് അത് ആപ്ലിക്കേഷൻ അപ്ലോഡ് ചെയ്യേണ്ടത്, അത് ഞാൻ ചെന്ന സമയത്ത് തുടക്ക സമയമായിരുന്നു, നമ്മുടെ ട്രിവാൻഡ്രത്ത്. അന്നേരം അതിനകത്ത് കുറെ സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് തനിയെ ക്രിയേറ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് അതിനൊരു ഐഡിയ കിട്ടി. ഞാൻ അത് വെച്ചിട്ട് തന്നെ ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തു. ആ വീഡിയോയ്ക്ക് എന്തെന്നില്ലാതെ 10K വ്യൂസ് കിട്ടിയായിരുന്നു. അതായിരുന്നു എനിക്ക് ഏറ്റവും നല്ലൊരു മോട്ടിവേഷൻ. അതോടുകൂടി ഞാൻ ഇതിലേക്ക് കുറെ കൂടെ ഇൻവോൾവ് ആവാൻ തുടങ്ങി. 500 സബ്സ്ക്രൈബർ ആകുന്നവരെ എനിക്ക് ഈ ലൈവ് എന്താണോ, ലൈവ് എങ്ങനെയാണ്, ലൈവിൽ കയറിയ എന്താണ് അതിന്റെ ബെനിഫിറ്റ് എന്നോ എന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ലൈവ് എന്ന് പറയുന്ന ഒരു സംഭവം, ലൈവിനെ കുറിച്ച് നമ്മൾ യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്യാൻ തുടങ്ങിയത്. യൂട്യൂബിൽ സെർച്ച് ചെയ്തപ്പോൾ ഇങ്ങനെ ലൈവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള വാച്ച് അവർ, ലോങ് വീഡിയോയുടെ വാച്ച് അവർ ഇതിലേക്ക് കയറും എന്നുള്ളത് കേട്ടത്. അപ്പൊ ഞാൻ അങ്ങനെ ലോങ് വീഡിയോയുടെ വാച്ച് അവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ലൈവ് ചെയ്യാന്നുള്ളൊരു തീരുമാനത്തിലെത്തുകയും എന്റെ ഹസ്ബൻഡ്, എന്റെ അമ്മ, അച്ഛൻ എല്ലാവരും, എന്റെ ചേച്ചി ആയാലും ചേച്ചിയുടെ ഹസ്ബൻഡ് ആയാലും മക്കളായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ ഞാന് ലൈവ് എന്ന് പറയുന്ന ലൈവ് സ്ട്രീമിലേക്ക് ഇറങ്ങി ചെല്ലുകയും ലൈവ് സ്ട്രീമില് ഈ പറഞ്ഞ കണക്ക് തുടക്കത്തിൽ എനിക്ക് 286 വ്യൂസ് ആയിരുന്നു തുടക്കത്തിൽ ഞാൻ ചെയ്ത ലൈവിന് എനിക്ക് കിട്ടിയത്. തെറ്റില്ലാത്തതായിരുന്നു എന്ന് എനിക്ക് തന്നെ ഫീൽ ആവുകയും പിന്നെ ഞാന് ആഴ്ചയില് 1 or 2 ലൈവ് ആയിരിക്കും ആദ്യം ഇട്ടിട്ടുണ്ടിരുന്നത്. ഞാൻ 1000 സബ്സ്ക്രൈബർ ആയ ശേഷമാണ് കേട്ടോ ലൈവ് ഇടാൻ തുടങ്ങിയത്. തെറ്റില്ലാതെ നല്ലൊരു വരവേൽപ്പ് തന്നെയായിരുന്നു നിങ്ങളുടെ ഭാഗത്തുനിന്ന്, എല്ലാവരുടെയും ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഒരുപാട് സന്തോഷം. ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വന്നപ്പോഴത്തേക്കും ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഭയങ്കര സന്തോഷമാണ്. എന്റെ ഒരു ഫാമിലി ആയിട്ട് കണ്ട, എന്നെ ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെ കണ്ട ഒരുപാട് നല്ലവരായ ചേട്ടന്മാരും ചേച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും ഒക്കെ എനിക്ക് കിട്ടി. അതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുപോലെ തന്നെ എന്റെ അഭിപ്രായത്തിൽ ഒരു 500 or 1000 സബ്സ്ക്രൈബർ ആയിട്ടാണ് നമ്മൾ ഇതിലേക്ക് ഇറങ്ങുന്നതെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള വ്യൂസ് നമുക്ക് ഉണ്ടാവുകയും അതുവഴി നമുക്ക് പെട്ടെന്ന് തന്നെ വാച്ച് അവർ അച്ചീവ് ചെയ്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനത്തിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1000 വാച്ച് അവറും 500 സബ്സ്ക്രൈബേഴ്സും ആയി കഴിഞ്ഞാൽ നമുക്ക് സൂപ്പർ ചാറ്റ് സംഭവങ്ങളൊക്കെ ഓൺ ആയി വരും. പിന്നെ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഹാഫ് മോണിറ്റൈസേഷൻ ആയി സൂപ്പർ ചാറ്റ് കിട്ടി, മെമ്പർഷിപ്പ് കിട്ടി. നമ്മൾ 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ചവറും കംപ്ലീറ്റ് ചെയ്തപ്പോ തന്നെ ഞാൻ ആകപ്പാടെ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുള്ളൊരു ഉറപ്പായ ശേഷം എനിക്ക് ലൈവ് ഇരുന്ന് തുടങ്ങിയപ്പോ തന്നെ മനസ്സിലായി നമുക്ക് വാച്ച് അവർ കയറി വരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്തു. അപ്പൊ ഞാൻ തന്നെ വിചാരിച്ചു, അപ്പം ഇങ്ങനെ നമ്മളിപ്പം ഡെയിലി ഇടില്ലായിരുന്നു ലൈവ്. ഞാന് അതായത് ആഴ്ചയിൽ 1 or 2 ദിവസമായിരുന്നു ഞാൻ ലൈവ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഞാൻ അത് മാറ്റി ഡെയിലി ലൈവ് ഇടാൻ തുടങ്ങി. ഇതിനിടയ്ക്ക് നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും, വീട്ടിലെ കാര്യങ്ങൾ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളുടെ ഇടയിൽ കൂടെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ എനിക്ക് എന്റെ 4000 എന്നുള്ളൊരു വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. ഭയങ്കര ഹാപ്പി ആയിരുന്നു. എന്റെ 365 ദിവസം എന്നൊരു കടമ്പയുണ്ടല്ലോ, ആ 365 ദിവസത്തിനകത്താണ് നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചേഴ്സും ആകേണ്ടത്. അപ്പൊ ഞാൻ അത് അച്ചീവ് ചെയ്ത് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ജൂലൈ മാസത്തിൽ, അതായത് 2025 ജൂലൈ മാസത്തിൽ എനിക്ക് അത് അച്ചീവ് ചെയ്യാൻ പറ്റിയായിരുന്നു. ഞാൻ മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സ് ഉണ്ടല്ലോ, ആ പ്രോസസ്സ് ചെയ്യാൻ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞ ആ ചേട്ടനെയാണ് ഞാൻ സമീപിച്ചത്. വേറൊന്നുമല്ല, നമ്മൾ ഫസ്റ്റ് ടൈം ഒക്കെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ ആകപ്പാട് നമ്മൾ ഇക്കടത്ത് കഷ്ടപ്പെട്ടതില് പ്രയോജനം ഇല്ലാതായി പോവൂ എന്നുള്ള ഒരു ടെൻഷൻ കാരണം ഞാൻ യൂട്യൂബേഴ്സ് കോർണേഴ്സ് നമ്മുടെ ഷമീർക്കയായിട്ട് കോൺടാക്ട് ചെയ്ത് ഷമീർക്കയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നത്. ഷമീർക്ക് എനിക്ക് വളരെ ഭംഗിയായിട്ട് ഞാൻ കൊടുത്ത സംഭവം സെറ്റ് ചെയ്ത് എനിക്ക് തിരികെ കയ്യിൽ തന്നു. വളരെ സന്തോഷം എനിക്ക്. അപ്പൊ നമ്മളിപ്പോ ഫസ്റ്റ് മോണിറ്റൈസേഷനുള്ള പ്രോസസ്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ 4000 വാച്ചുകൾ കംപ്ലീറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് അതിന്റെ ഡീറ്റെയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് 3 സ്റ്റെപ്പാണ് നമുക്ക് ചെയ്യാനുള്ളത്. ആ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അതിൽ കാണും. ആ ഓരോ സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആഡ്സെൻസിലെ പിൻ നമ്പർ നമുക്ക് പോസ്റ്റ് വഴി വരും. നമ്മൾ അഡ്രസ് വെരിഫിക്കേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് പിൻ നമ്പർ നമ്മുടെ അഡ്രസ്സിൽ വരും. ആ പിൻ നമ്പർ വെച്ചിട്ടാണ് നമ്മൾ ആഡ്സെൻസ് അക്കൗണ്ട് പിന്നെ രണ്ടാമത് ഓപ്പൺ ചെയ്ത് നമ്മുടെ ഫോൺ നമ്പർ കൊടുക്കുക കേട്ടോ. സിപ്പ് കോഡ് കൊടുത്ത് നമ്മളിത് സെറ്റ് ചെയ്യുന്നത്. $100 ആയാൽ മാത്രമേ നമുക്കിത് വിഡ്രോ ചെയ്യാൻ കഴിയുള്ളൂ. പിന്നെ ഒരു പുതുതായിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല്
നമ്മൾ വീഡിയോസ് ഇടുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഷോർട്സ് ആണ് ഇടുന്നതെങ്കിൽ ഷോർട്സ് ആയാലും കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ ശ്രമിക്കുക. ആഴ്ചയിൽ 1-2 വീഡിയോ എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യമാണ്. എന്നെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങൾ നിങ്ങളെങ്കിൽ ചെയ്യണം എന്നുള്ളത് എന്റെ ഒരു ആഗ്രഹമാണ്. ഇനി മുതൽ എന്റെ ഭാഗത്തു നിന്നും ഇതുപോലെ ലോങ് വീഡിയോസ് ചെയ്യാനുള്ള രീതി ഉണ്ടാവും. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, നിങ്ങളൊരു ചാനൽ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി വീഡിയോസ് ഷോർട്സ് ഇടാൻ, ഡെയിലി വീഡിയോസ് ഇടാൻ പറ്റിയില്ലെങ്കിലും ഷോർട്സ് ഡെയിലി ഇടാൻ ശ്രമിക്കുക. അത് നമ്മുടെ വ്യൂസിനെ കൂട്ടാൻ സാധിക്കും. അതുപോലെ തന്നെ എന്റെ ഒരു കാഴ്ചപ്പാടില് ഒരു 500-1000 സബ്സ്ക്രൈബർ ആയ ശേഷം ലൈവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാച്ച് അവർ കുറച്ച് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുകയാണ്. പിന്നെയുള്ള ടിപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ യൂട്യൂബേഴ്സിലെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ഒരു ഫാമിലിയായി കാണുക. എന്റെ വിജയം എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കുന്നത് എന്റെ ഫാമിലി ആയിട്ട് കാണുന്ന എന്റെ യൂട്യൂബേഴ്സ് കുടുംബത്തിനെയാണ്. ഞാൻ എന്റെ കുടുംബത്തോടൊപ്പം ചേർത്ത് നിർത്തുന്നതാണ് എന്റെ യൂട്യൂബേഴ്സിന്റെ ഫാമിലിയെ. എന്റെ യൂട്യൂബേഴ്സിലെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും ഞാൻ എന്റെ ഫാമിലിയോടൊപ്പം ചേർത്ത് നിർത്തുകയാണ്. അപ്പം നിങ്ങളും അതുപോലെ തന്നെ കാണാൻ ശ്രമിക്കും. അപ്പം നല്ലൊരു യാത്രയായിരുന്നു. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ യാത്രയിലൊപ്പം നിങ്ങൾ എപ്പോഴും ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. എനിക്കൊരു അവാർഡ് കിട്ടിയ അനുഭൂതിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എന്നതില്ലാത്തൊരു സന്തോഷമാണ്. നിങ്ങൾ എല്ലാരും കൂടെ സഹകരിച്ചാണ് എന്നെ ഈ ഒരു ലെവലിൽ എത്തിയത്. ഇത് തുടർന്ന് ഉണ്ടാവണം. ഇങ്ങനെ പോരാട്ടോ, കുറച്ചുകൂടെ എന്നെ ഉയർത്താൻ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതാണ് എന്റെ യൂട്യൂബ് ജേർണി. അപ്പം നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ.